the beach. Which beach? This beach's name is Karaka Beach. സോ നമ്മളിന്ന് കരാക്ക ബീച്ചിൽ വന്നേക്കാണ്. നമ്മൾ വിചാരിച്ചു നോർമലായിട്ടൊരു ബീച്ചിലേക്ക് അങ്ങ് വന്ന് ഇറങ്ങിയാൽ മതിയെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ബീച്ചിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഇറങ്ങുകയല്ല, നമ്മളിങ്ങനെ ഒരു മലയുടെ മുകളിൽ നിന്ന് ഇതുപോലത്തെ ഈ കാണുന്ന പാത്ത് വേ കൂടെ നടന്നു തന്നെ. ഇതൊരു ഫോറസ്റ്റാണ്, പക്ഷേ സേഫായിട്ടുള്ള ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് വന്ന് നമ്മൾ നല്ലൊരു കുത്തനെ മല ഇറങ്ങി താഴെ എത്തുമ്പോഴാണ് നമ്മൾ ബീച്ചിലേക്ക് എത്താം. കാരണം ന്യൂസിലാൻഡ് ഓൾസോ കോൾഡ് ആണ്. സ്നേക്സ്ക്ക് ഇവിടെ കല്ലുകൊണ്ട് പൂക്കൾ ഉണ്ടാക്കി വെച്ചേക്കണം. എന്ത് രസമുള്ള വ്യൂ അല്ലേ. തമിഴിന്റെയോ? തമിഴന്മാർ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ. പക്ഷെ ബീച്ച് ഭയങ്കര കാമൻ ക്വയറ്റാണ്. ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ആൾക്കാർ കൂടുതലായിട്ടും വരുന്നത്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ ഒരു ക്ലൗഡിയാണ് നമ്മുടെ സ്കൈ. വലിയ കാര്യമായിട്ടുള്ള ഒരു വെയിലൊന്നും കാണുന്നില്ല. ഇങ്ങനെ പോവാം. ഡാഡി ഡാഡീനെ വിളിച്ചു നോക്കിയതാ. ഡാഡി മല ഇറങ്ങി വരണ്ടായി, പക്ഷെ ഡാഡി ഭയങ്കര സ്റ്റീപ്പായിരുന്നു മല. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന ഹൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഹൈറ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമായിരുന്നു ആ കുഞ്ഞ് ട്രാക്കിൽ കൂടെ. അപ്പോൾ ഞങ്ങൾ വേഗം വന്നു. ഡാഡി മെല്ലെ വന്ന. ഒരുപാട് കക്കയുണ്ട് കേട്ടോ. അത് ഇത്രയും കക്ക എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വെള്ളം കയറും കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം കയറും. മരമൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ചാഞ്ഞ് നിൽപ്പുണ്ട്. അല്ലെന്നതാ നല്ല ബ്യൂട്ടിഫുൾ. എന്ത് സാധനം ആണോ? ഓക്കെ. ഇതാ അങ്ങോട്ട് നോക്കുമ്പോൾ അതൊരു ചെറിയൊരു ഐലൻഡ് പോലെ കാണുന്നുണ്ട്. അവിടെ കുറച്ച് വീടുകൾ കാണുന്നുണ്ട്. ഒരു ബോട്ട് ഇങ്ങനെ നല്ല സ്പീഡിൽ വരുന്നുണ്ട്, ഒരു യെല്ലോ കളറുള്ളൊരു ബോട്ട്. അപ്പുറത്തൊരു ഐലൻഡ് കാണുന്നുണ്ട്. പിന്നെ ഇതാ നേരെ നിങ്ങളിപ്പോൾ സെൻറ്ററിൽ കാണുന്ന ഒരു പോയിന്റ്, അത് മലയല്ല, അതും ഒരു ഐലൻഡാണ്. അപ്പോൾ ഇവിടെ മൊത്തം ഈ ബീച്ചിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഐലൻഡ് ഉണ്ട്. എൻ്റെ അറിവിൽ ന്യൂസിലാൻഡിൽ 400+ ഐലൻഡ്, അതായത് ചെറിയ കുട്ടി ഐലൻഡാണ്, താമസമൊന്നുമില്ല. അങ്ങനത്തെ കുട്ടി ഐലൻഡുകളും കൂടി ചേർന്ന ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ് എന്നുള്ളതാണ് ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി ഇരുന്ന് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാം. ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാല് മുക്കിയേ ഉള്ളൂ, തണുത്തിട്ട് വയ്യ. ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ട് അതിൽ കാല് മുക്കിയ പോലെ ഉണ്ട്. ഏറ്റവും അമ്മേ, ഒന്നാമത് 10 ഡിഗ്രിയാണ് ഇവിടെ തണുപ്പ്. 10 ഡിഗ്രിയിൽ നമ്മൾ ബീച്ചിൽ ഇറങ്ങാന്നുള്ളത് മണ്ടത്തരമാണ്. അയ്യോ, തണുപ്പതൊക്കെ ഒടുക്കും തണുപ്പ്, മറ്റേ ഫ്രിഡ്ജിലെ വെള്ളം പോലെ. പിന്നെ വേലിയേറ്റം ഇല്ലാത്ത സമയമായതുകൊണ്ട് വെള്ളം ഇറങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് ചെളിയൊക്കെ ഉണ്ട് അത്യാവശ്യം. വെള്ളം അത്ര ക്ലിയർ എന്ന് പറയാനില്ല. വെള്ളം ഈ ഫസ്റ്റത്തെ ഈ ഇത്രയും ഭാഗമൊക്കെ നല്ല ചെളിയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലൂ കളർ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അയ്യാ തടുക്കണേ, അതാണ് തടുക്കണല്ലേ. അയ്യടാ, ചെരുപ്പ് നോക്കിക്കോ. ചെരുപ്പ് സ്റ്റക്കായിട്ടിരിക്കും. ചെളി ഉള്ളത് കൊണ്ടേ ചിലപ്പോൾ കുഴിഞ്ഞിരിക്കും. അറ്റത്തൊരു ദ്വീപുണ്ട്, അത് വെൽവെറ്റ് കളറിലെ പച്ച പുല്ല് പിടിച്ച് നിൽക്കുന്ന കുഞ്ഞൊരു ദ്വീപ്. എന്ത് രസം നോക്കി. പക്ഷെ ഫോണിൽ അത്രയും ക്ലിയർ അല്ല, പക്ഷെ അതിൻ്റെ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിങ്ങനെ പച്ച വെൽവെറ്റ് പോലത്തെ ഒരു കളറിലാണ് ആ ദ്വീപ് നിൽക്കുന്നത്. നമ്മൾ ഈ സ്വർഗത്തിലേക്ക് പോകുന്നൊക്കെ പറയില്ലേ, ഇവിടെ നിന്ന് നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വർഗം എന്നൊക്കെ പറയുന്നൊരു സെറ്റപ്പ്. അതുപോലെ ഇവിടെ കുറേ മണ്ണിടിച്ചിലുണ്ട്. മുകളിൽ നല്ല അടിപൊളി ഒരു വീട് കാണാം. ഇവിടെയൊക്കെ വീടുകളുണ്ട്. അതായത് ഇവിടെയൊക്കെ വീടുകളാണ്. 1 2 3 4 5 6 7 8 ഒരു 10 വീടെങ്കിലും ഉണ്ട്. ഇവിടെ ഇലക്ട്രിസിറ്റി കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഭയങ്കര സർപ്രൈസിങ് ആയൊരു കാര്യം എന്നുള്ളത്, അവിടെ ഒരു ലേഡി എന്ന് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ആ ലേഡി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വെൽക്കമിങ്. അവർ നമുക്ക്, അപ്പോൾ ഞങ്ങൾ വാഴയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നമുക്കൊരു വാഴയുടെ ഒരു കൊലപ്പീസ് തന്നു, കുഞ്ഞൊരു വാഴയുടെ. പിന്നെ അവർ പറഞ്ഞു അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അവർ ബീച്ചിലേക്കൊക്കെ നോക്കിയിരിക്കുന്ന ബീൻ ബാഗ് ഇട്ടിട്ട് നിങ്ങൾ അവിടെ വന്ന് റെസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നമുക്ക് സ്പേസ് ഒക്കെ ഒരുക്കി തന്നു. കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്യും, നല്ല രസമാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെൽക്കമിങ്. പിന്നെ അവരുടെ ഒരു കേരള ഫ്രണ്ട് ഉണ്ട്. നമ്മൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, കേരള എന്നാണ് എനിക്കൊരു ഫ്രണ്ട് എന്ന്, ഫ്രാൻസിസ് അനൂപ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ നമ്മളോട് ഭയങ്കര സ്നേഹം. ഫ്രാൻസിസ് അനൂപ് അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹം. അവരെന്നിട്ട് വാഴക്കുല തന്നു, നമുക്ക് കുറേ സ്പേസൊക്കെ തന്നു, കുറേ നേരം സംസാരിച്ച് നിന്നു. അവർക്കൊരു പട്ടിയുണ്ട്, അവനവിടെ പോയി, അവളവിടെ പോയി, ഒരു പട്ടി ബാങ്കോ എന്ന മറ്റോ പേര്.
നല്ല ഭംഗിയുള്ള ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ലേഡി ചെയ്തേക്കണേ കേട്ടോ. ഇപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രൈവസി നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല. നല്ല രസമായിട്ട് ഇത് ഉണ്ടാക്കിയേക്കണു. അതുപോലെ ഇതിവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയേക്കണു. ഇതിവിടെ വന്ന ഒരു ഡോഗാ. അയ്യോ നല്ല രസം ഡോഗിനെ കാണാൻ. ഡോഗിനെ കൊണ്ട് ഇങ്ങനെ നടക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അധികം വന്ന് എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ കേട്ടോ. അപ്പം അവർ നമുക്ക് തന്ന സ്പേസ് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലൊരു സ്പേസ്, ഒരു മരത്തിൻ്റെ താഴെ കുടില് പോലെ. മോളിൽ കയറണോ? ഓ കയറിക്കോ. യെസ്. അപ്പം അയാൾ ചവിട്ടരുത് കേട്ടാ. എൻ്റെ മേത്തൊക്കെ ചെളിയായി കുരങ്ങച്ചൻ. ഇവിടെ ബീൻ ബാഗ്, ഇവിടെ ചെയർ എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി സ്പേസ്. ആ ബീൻ ബാഗിലിരുന്നു. വന്നപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് തോന്നിയത് ഞാൻ ആ ഫ്ലാഗ് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പം ന്യൂസിലാൻഡിൻ്റെ ഫ്ലാഗ് എങ്ങനെയല്ല. ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൻ്റെ ഫ്ലാഗൊക്കെ ഒരുപോലത്തെ ഫ്ലാഗാണ്, 1-2 സ്റ്റാറുകളുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരു ഡൗട്ട്. ഞാൻ അവിടെ ചോദിച്ചു ഈ ഫ്ലാഗ് ഏതാണ് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 1840, അതായത് ഏകദേശം 185 കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാർ ന്യൂസിലാൻഡ് എന്നുള്ള ദ്വീപ് കണ്ടുപിടിച്ചിട്ട് അവന്മാർ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രാചീനമായ ആൾക്കാർ, മൗറി എന്ന് പറഞ്ഞ പ്രാചീനമായ ആൾക്കാരുടെ മേലിൽ ചെറിയ ആധിപത്യമൊക്കെ സ്ഥാപിച്ച സമയത്തുള്ള ഫ്ലാഗാണത്. അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ന്യൂസിലാൻഡ് ഫ്ലാഗ് ഉണ്ടായത്. ഞാനത് സൈഡിൽ കാണിക്കാം. അതുപോലെ വാഴ കണ്ടോ, വാഴ ഇങ്ങനെ നിൽക്കാം. ഇവിടെ വാഴ ന്യൂസിലാൻഡിൽ വാഴ കാണുന്നത് വളരെ കുറവാട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ അതിനായിരിക്കും വാഴയല്ലേ അതിനെന്താന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ വാഴയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വാഴ കാണിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന വാഴയ്ക്ക് കുടപ്പനുണ്ട്. പറഞ്ഞോ. എന്തുട്ടാ? അത് വായിച്ചേ. ബി ലൗഡ്, ബി ലൗഡ്, ബി ലൗഡ്, ബി ഫ്രീ, ഓൾവേസ് ഓൾവേസ്. അതെന്തോ അങ്ങനെ അവർ എഴുതി വെച്ചേക്കണതാണ്. ഞാൻ ആലോചിക്കായിരുന്നു, ഈ റിട്ടയർമെൻ്റ് ഒക്കെ എടുത്ത ആൾക്കാർക്ക് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് വീടെടുത്തിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് താമസിക്കാം കേട്ടോ. അല്ലാത്തവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ല സ്റ്റീപ്പിൽ ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ നടന്ന് തന്നെ കയറണം. വഴിയുണ്ട്, അതിനും കൂടുതൽ നടക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ കാലത്ത് വൈകുന്നേരം സ്ഥിരമായിട്ട് കയറാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ കണ്ട ആ ചേച്ചി മീൻസ് ആ കിവി റിട്ടയർമെൻ്റൊക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇവിടുത്തെ മീനൊക്കെ പിടിച്ച് ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് വെള്ളത്തിലിറക്കാൻ പറ്റുന്ന സംഭവം. അവർ ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ഇല്ലീഗലൊക്കെയാണ്, ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. പ്രോപ്പർ ബോട്ട് വേണം. പക്ഷേ ഈ അവിടം വരെ പോയി ഇച്ചിരി വലയിട്ട് കൊണ്ടുവരുന്നതിനൊന്നും വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ലൈഫ്, ഇങ്ങനത്തെ ഒരു വീടൊക്കെ വെച്ച്. വീട് ഇവരുടെ അമ്മാമ്മയുടെ കാലത്തുള്ള വീടാണെന്നാണ് അവർ പറയുന്നത്. 70-80 കൊല്ലം മുമ്പുള്ള വീടാണ് അവരുടെ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സീ വ്യൂ ആയിട്ടൊരു വീട്. അതിന് ഫുള്ളും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട്. ഇവിടെ ചെറിയൊരു മല പോലെ സെറ്റപ്പ്, പട്ടിയൊക്കെ ആയിട്ട്. റിട്ടയർമെൻറ്റിൽ നല്ല ഫുഡൊക്കെ അടിച്ച് ഒരെണ്ണം ഇട്ട് സ്മോളൊക്കെ അടിച്ച് അങ്ങനെ എന്ത് രസമായിരിക്കും. ഭയങ്കര രസമായിരിക്കും കേട്ടോ. റിട്ടയർമെൻ്റൊക്കെ ആഘോഷിക്കണമെങ്കിൽ അങ്ങനെ ആഘോഷിക്കണം. ഇതാണ് അവർ തന്ന വാഴക്കൊല. കുഞ്ഞൊരു പടല. എന്ത് പഴം ഉണ്ടാടിയത്? ചാരപ്പൂവനാ? ചാരപ്പൂവൻ. ഹലോ, നല്ല സൂപ്പർ സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ റെയിൻ വന്നാ റെയിൻ വന്നാൽ ഇവിടെ ഇരുന്നാൽ മതി. അതുപോലെ ഈ ബാക്കിൽ ആ വീട്ടിലെ ചേച്ചി ഉണ്ടാക്കി വെച്ചൊരു സംഭവം കേട്ടോ. മുള 4ആയിട്ട് കീറിയിട്ട് അതിങ്ങനെ ഒരു സെറ്റപ്പിൽ വെച്ചേക്കുക. സെയിം സൈസാല്ലേ? എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണം. പക്ഷെ നല്ല രസമുണ്ട്. ഇവരങ്ങനെ കുറേ ക്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെയർ. എൻ്റെ ചെയറിൻ്റെ ടോപ്പ് മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്. അടിയിലുള്ളത് ഏതോ മരക്കഷ്ണമാണ്. ആ മരക്കഷ്ണമാണ് അതിൻ്റെ 4 സ്റ്റൂള് പോലെ തന്നെ നിർത്തുന്നത്. അതുപോലെ ഇതിങ്ങനെ ഒരു സംഭവം. അതിൽ എന്തൊക്കെയോ ലൈറ്റ് പോലത്തെ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കുറേ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഇനി വരുമ്പോൾ പെയിൻ്റ് ആയിട്ട് വാ, എന്നിട്ട് ഇതൊക്കെ പെയിൻറ്റ് ചെയ്യാൻ. അവർക്ക് പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവരെന്തൊക്കെയോ വരച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ കുറേ ഡിസൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു മങ്കി ബാർ എന്ന് പറഞ്ഞിട്ടാണ്. അത് മങ്കി ബാർ ആണോ? അത് മങ്കി ബാർ ആയിരിക്കില്ലടാ. അതെനിക്ക് തോന്നണതേ മങ്കി ബാർ ആണോ? നിൽക്കത്ത് പിടിക്കല്ലേ, അതിൽ റെസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കൈ കീറും, കയ്യേ മുറിയും. വേണ്ടടാ, ഇത് കണ്ട ഷാർപ്പാണ്. മങ്കി ബാറാണ്, പക്ഷെ ഷാർപ്പാണ്. പഴയതാ. പിന്നെ അവിടെ ഒരു ഊഞ്ഞാല്. ഭയങ്കര രസമുണ്ടോ. നമ്മളേതോ ഒരു
റിസോർട്ടിൽ വന്നൊരു ഫീൽ ഉണ്ട്. പക്ഷെ അത് പ്രൈവറ്റ് സ്പേസ് ആണ്. 10 out of 10. പക്ഷെ ഇത് രസം എന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ ബീച്ചിൽ കുളിക്കാൻ വേണ്ടി പോകാന്ന് വെച്ചപ്പോൾ അവിടെ ഭയങ്കര ചെളിയൊക്കെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി ഇരിക്കാം. തണുപ്പൊക്കെ കണ്ടപ്പോൾ നമ്മൾ വെറുതെ എവിടെയെങ്കിലും വന്ന് ഇരിക്കാമെന്ന് ചോദിച്ചാൽ വന്നത്. അത് രസമുള്ളൊരു സ്ഥലമായി കേട്ടോ. ഇനി അവിടെ അപ്പുറത്തൊക്കെ ഒരു മരം കാണുന്നുണ്ട്. ആ മരത്തിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം. ഇവിടെ നദാനെ ഇരിക്കാനായിട്ടൊരു ചെറിയ സ്വിങ് കിട്ടി. സൂപ്പറല്ലേ? ആടുന്നുണ്ടോ നീ? ആടിയതേ തെറിച്ച് നേരെ ഇവിടെ വന്ന് കിടക്കും. ഒരു സ്വിങ് കിട്ടി. എവിടെയാ? അവിടെ ഉണ്ടല്ലേ. അത് ചെറുതാ, അത് ചിലപ്പോൾ ഒടിഞ്ഞു വരും. ഭയങ്കര വലിയ മരം. ശരിക്കും വൈകുന്നേരമൊക്കെ വന്ന് കണ്ട പേടിയാവുന്ന ടൈപ്പ് ഒരു പ്രേത സെറ്റപ്പുള്ള മരമാണ്. പക്ഷെ നല്ല ഭംഗി കാണാൻ. അതിലൊരു സ്വിങ് ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പുഷ് ചെയ്യണോ? Come on, come here. പോട്ടെ ടിഷ്യൂ. കൊമ്പൊടിഞ്ഞ് വീണാ എല്ലാവരുടെയും തല പൊളിയും. അയ്യോ ഉണങ്ങിയ കൊമ്പ. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. വേദൊടിഞ്ഞ് വീണോ? 1 2 3. കൊമ്പ് കിടന്ന് കുലുങ്ങണ്. ആഹാ, അങ്ങനെ കടലൊക്കെ കണ്ട് മരത്തിന്റെ താഴെ കിടന്ന് ഊഞ്ഞാലാടാൻ എന്ത് രസം. ഇവിടുത്തെ ലൈറ്റ് ഇല്ല. ഇപ്പൊ ലൈറ്റ് വന്നു. ഹലോ. കൊമ്പൊക്കെ നിൽക്കുന്ന എന്ത് രസാ. മണ്ണിലേക്ക് മുട്ടിയാ കൊമ്പ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ഇവിടെ നിന്നുള്ള വ്യൂ എന്നുള്ളത് അവിടെയൊക്കെ കാടാണ്. അതിൻ്റെ മുകളിലൊരു പന്ന വീടുണ്ട്. അതെനിക്കൊന്ന് ആരും ഒഴിവാക്കിയിട്ട് പോയി വീടാന്ന് തോന്നുന്നു. ഇത് കണ്ടോ എന്താ സെറ്റപ്പ് നോക്കി. അടിപൊളി സ്ഥലം. കൊമ്പ് മരം മൊത്തം കിടന്ന് കുലുങ്ങുന്നുണ്ട് ഡാഡി. മരം മൊത്തം കിടന്ന് കുലുങ്ങുന്നുണ്ട്. ഞങ്ങൾ വന്യ വഴിക്കൊരു മരം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കണ കണ്ടായിരുന്നു. ഇതാ അവിടെ ഒരു കിടക്കുന്നതും ഒരു മരം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുന്നതാ. മരം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാ തീർന്നു. നല്ല കാറ്റുണ്ട്. എന്തോ പൊട്ടിയ നീ കുണ്ടിയും കുത്തി വീഴും. പൊട്ടിയ തിരിച്ച് മല കയറാൻ പോട്ടെ. അതാണ് അവിടെ ഇരുന്നാ. ഇവിടെ ഇരുന്നോ? ബൈ 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 ബൈ. കരയണ്. ഇറങ്ങടാ, ഇറങ്ങ്. അത് സ്റ്റോപ്പായി. ഇനി ചാടിക്കോ നീ. ഇത് വെറുതെ കിടന്ന ആടുണ്ട്. കാറ്റുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഗുഹയുണ്ട് അടിയത്. ഗുഹയാണോ? കർത്താവേ, വേരിന്റെ ഇടയില് ഗുഹയോ? അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പാമ്പ് ഇവിടെ ഇല്ല. ന്യൂസിലാൻഡിൽ എന്തായാലും പാമ്പില്ല. പക്ഷെ അതെനിക്ക് കണ്ടിട്ട് എന്തോ ഒരു വേരാണ്. നിറച്ചും വേര് അല്ലേ? അകത്തേക്ക് ഒത്തിരി ഉണ്ടോ? അവിടെ റെസ്റ്റ് ചെയ്യണ സ്ഥലമൊക്കെ ആയിരിക്കും. ഗുഹ വേരിന്റെ ഗുഹ അല്ലേ? മണ്ണല്ല അത്, ശരിക്കും വേരാണ്. മേത്തടിക്കല്ലേ? അടിപൊളി ഗുഹ. എനിക്കൊന്ന് മണ്ണിടിയാതിരിക്കാൻ എന്തോ പ്ലൈവുഡൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇതിന്റെ ഇത് കണ്ടോ? ഇതെന്താ ചീങ്കണ്ണിയുടെ മോന്ത പോലെ ഉണ്ട്. കണ്ണൊക്കെ പോലെ വന്നിട്ട്. ഫുൾ വേരുകൾ. അവിടെ ഗുഹ സ്കാരിയാ. ചിലപ്പോ അതിൻ്റെ ഉള്ളിൽ പ്രേതൊക്കെ ഇറങ്ങി വരും. ഇതിനെ പിടിച്ചോണ്ട് പോവും പ്രേതം. വേര് കൊണ്ടുള്ള ഗുഹ. അടിപൊളി ഗുഹ. കയറാൻ പറ്റില്ല. അയ്യാ, മഴ ചാറുണ്ട്. ഇനി മഴയും കൂടി പെയ്ത അടിപൊളിയായി. മഴ. അയ്യോ, മുകളിലേക്കുള്ള സ്റ്റെപ്പ് കണ്ടോ? ഇങ്ങനെ പോണം മുകളിലേക്ക്. ബാക്കില് കടല്. നമ്മളിപ്പോ കണ്ട കടല്. ഇതേ കടല്. ആ നീല വെള്ള കളറ് പോലെ.
കമോൺ ഡാഡി കമോൺ. താഴത്തുള്ള വീട്ടുകാർക്കൊക്കെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. അത്യാവശ്യം പുതിയ ടെക്നിക്കലാണ് അവർ വീട് വരെ പണിതേക്കണത്. ഓഹ് ഇവിടുന്ന് അടിപൊളി വ്യൂ ഇപ്പം കാണിച്ചു തരാം. ഓഹ് ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയപ്പോൾ എത്തി ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയപ്പോൾ കണ്ടോ, നമ്മൾ ആ താഴത്ത് കാണുന്ന ബീച്ചിൻ്റെ അവിടെ പോയത്. അറ്റത്ത് കാണുന്ന ആ പച്ചപ്പ് അതൊരു ദ്വീപാണ്. ആളത്താമസമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ദ്വീപ് തന്നെ, അതിനപ്പുറത്തും ദ്വീപുണ്ട്. ഒരുപാട് ഐലൻഡുകൾ ചേർന്ന ഒരു കൺട്രിയാണല്ലോ. അയ്യാ എൻ്റെ അടപ്പളകി. ആമേ ഇവിടെ കിടക്കുന്ന കാറുകളൊക്കെ ആ താഴത്ത് കാണുന്ന വീട്ടുകാരുടെ കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളിത് എങ്ങനെ ഈ താഴത്തേക്ക് വരുന്നേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക ഞങ്ങൾ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നാ പോണേന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ദ ട്രീറ്റി ഓഫ് വൈത്തങ്കി വാസ് സൈൻഡ് അറ്റ് കരാക്കെ ബേ ഓൺ ദ 4th March 1840. ഒത്തിരി ഹിസ്റ്ററി ഉള്ളൊരു പ്ലേസാണ് എന്തായാലും. അപ്പോൾ നമ്മുടെ കരാക്കെ ബേ ഇന്നത്തെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു. വെൽക്കം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഷെയർ. അപ്പോൾ നമ്മൾ പോട്ടെ. ബൈ പറയാം. ബൈ ബൈ. നെക്സ്റ്റ് ഇത് കാണാം. See you. Bye bye.